ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അതായത് നമ്മുടെ ആത്മീയ മേഖല മുന്നോട്ട് ചലിപ്പിക്കപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയിൽ ആയിരിക്കണമെന്ന് നിർബന്ധിക്കരുത്. ആത്മീയ മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളും ഓരോ ജീവിത വഴികളിലും അതിന് വേരിയേഷൻസ് ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കുവാൻ ഭാരത സംസ്കാരത്തിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ആത്മീയ മേഖലയെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു മേഖലയാണ്. അത് രണ്ട് ജീവികളോട് ചേർന്നാണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാർത്ഥനാ മേഖല, ആത്മീയ മേഖലയെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയാവോ? മാർജാര ആത്മീയത. മാർജാര ആത്മീയത. അതെന്താണ് മാർജാരൻ? ആരാ മാർജാരൻ? മാർജാരൻ ആരാ? പൂച്ച. പൂച്ചയുടെ ആത്മീയത. അതെന്ത് ആത്മീയതയാണ്? പൂച്ചയ്ക്ക് ആത്മീയതയുണ്ടോ? ഉണ്ടെന്ന്. പൂച്ചയുടെ ആത്മീയത നമ്മൾ പഠിക്കണം. അതായത് പ്രത്യേകിച്ച് നമ്മളൊരു ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ മേഖലയാണ് ഈ പൂച്ചയുടെ മാർജാര ആത്മീയത, അല്ലേ? അതായത് കാറ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തള്ളപ്പൂച്ച കുഞ്ഞു പൂച്ചയെ കൊണ്ടു നടക്കുന്നത്? അല്ലേ? തള്ളപ്പൂച്ച കുഞ്ഞു പൂച്ചയെ കടിച്ചു പിടിച്ചോണ്ട് ഈ തള്ളപ്പൂച്ച പോകുന്ന ഇടങ്ങളിലൊക്കെ പൊക്കോളൂ. ഇതിൽ കുഞ്ഞു പൂച്ചയ്ക്ക് റിസ്ക് ഉണ്ടോ? കുഞ്ഞു പൂച്ച എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടണോ? ഒന്നും ചെയ്യണ്ട. ഇരുന്ന് കൊടുത്താൽ മതി, പിടിച്ചോണ്ട് പൊക്കോളൂ. ഇരുന്ന് കൊടുത്താൽ മതി, പിടിച്ചോണ്ട് പൊക്കോളും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇരുന്ന് കൊടുത്താൽ മതി, പിടിച്ചോണ്ട് പൊക്കോളും. ആര്? തള്ളപ്പൂച്ച. തള്ളപ്പൂച്ച ഈ കുഞ്ഞു പൂച്ചയെ അതിനെ ഇങ്ങനെ അമുക്കി പിടിച്ചോണ്ട് കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ഈ കുഞ്ഞു പൂച്ചയ്ക്ക് ഒന്നും ചെയ്യാനില്ല, വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. നമ്മുടെ പല ആത്മീയ മേഖലയും, പ്രത്യേകിച്ച് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വൈകാരിക തലങ്ങളിൽ നമ്മൾ അനുഭവപ്പെടുന്നത് മിറക്കിൾസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ വളരെ കംഫർട്ട് സോണിലാണ്, വളരെ സ്വസ്ഥമായ അവസ്ഥയിലാണ്. നമ്മളെ ഇങ്ങനെ ദൈവം ഇങ്ങനെ കൊണ്ടു നടക്കും. ദൈവം ഇങ്ങനെ കൊണ്ടു നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ആത്മീയ മേഖലയാണ് മാർജാര സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് പൂച്ചക്കുഞ്ഞിന്റെ ആത്മീയതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന് രണ്ട് വചനം പഠിച്ചാൽ അല്പം കൂടെ അത് മനസ്സിലാവും. പത്രോസിന്റെ 1-ാം ലേഖനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവവചനം പറയുന്നത് ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. താഴ്മയോടെ എന്ന് നിന്ന് കൊടുത്താൽ മതി, ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂ. എത്ര രസകരമായ കാര്യമല്ലേ? നിന്ന് കൊടുത്താൽ മതി, ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കോളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം അതിന്റെ 55:22 നമുക്കറിയാവുന്നൊരു വചനമാണ്. അറിയാവുന്നൊരു പറഞ്ഞേ, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 55 വേഴ്സ് 22. ഏതാ? നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ താങ്ങിക്കൊള്ളുന്നു. ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. നീ ഒന്നും ചെയ്യണ്ട, ദൈവം നിന്നെ താങ്ങിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. സുഭാഷിതം 3-ാം അധ്യായം 5-ാം തിരുവചനം. ബൈബിൾ ഉള്ളവർ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുവിൻ. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കും. ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിച്ചാൽ മതി. നീ സ്വന്തമായിട്ടൊന്നും ചെയ്യണ്ട. പൂച്ചക്കുഞ്ഞ് ഇരിക്കുന്നത് പോലെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. തള്ളപ്പൂച്ച കൊണ്ട് നടക്കുന്നത് പോലെ ദൈവം നിന്നെ കൊണ്ടു നടന്നോളൂ. നീ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി എന്ന്. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 46-ാം അധ്യായം 3-4 തിരുവചനം ഒന്ന് വായിച്ചേ.
പരിചയമുള്ള വചനമാണ്. ഗർഭത്തിലും യേശയ്യായുടെ പുസ്തകം 46 അതിന്റെ 3ഉം 4ഉം വായിക്കാം. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളെ വഹിക്കും. ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. കണ്ടോ, ഒന്നും ചെയ്യേണ്ടെന്ന് ഇരുന്ന് കൊടുത്താൽ മതി, നിന്നെ കൊണ്ടു നടന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഏത് ടൈപ്പ് സ്പിരിച്വാലിറ്റിയാണ്? ആത്മീയതയാണ്. പൂച്ചയ്ക്ക് നല്ല വാക്ക് എന്താണ്? മാർജാരൻ. മാർജാരന്റെ ആത്മീയതാണ്. പൂച്ച സ്പിരിച്വാലിറ്റിയാണ്. മറക്കൂ. ഇരുന്ന് കൊടുത്താൽ മതി, തള്ളപ്പൂച്ച കൊണ്ടുപോയിക്കോളും. തള്ളപ്പൂച്ച എല്ലായിടത്തും കൊണ്ടുപോയിക്കോളും. പൗലോസ്ലീഹ ഇതിനെ കുറിച്ചൊരു കുഞ്ഞു വചനമുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വിശ്വാസം വഴി 2-ാം അധ്യായം 8-9 വചനം വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. കണ്ടോ, അത് നമ്മൾ നേടിയെടുത്തതല്ല. ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അതായത് നമ്മുടെ റിസ്കിൽപ്പെട്ട കാര്യമല്ല. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, തമ്പുരാൻ കർത്താവ് കൊണ്ടുപോയിക്കോളും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് ടൈപ്പ് സ്പിരിച്വാലിറ്റിയാണ്? കാറ്റ് സ്പിരിച്വാലിറ്റി, മാർജാര സ്പിരിച്വാലിറ്റി എന്ന് പറയും. പൂച്ചയുടെ ആത്മീയത പഠിച്ചല്ലോ. എപ്പോഴും ഇങ്ങനെയാണോ? നമ്മൾ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മളെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ശരിയാവുന്നില്ലല്ലോ അച്ഛാ. ഇരുന്ന് കൊടുത്തിട്ടൊന്നും ദൈവം കൊണ്ടുപോകുന്നില്ല. അല്ലേ? പഴയ പോലെ പ്രാർത്ഥിച്ചിട്ട് ഈശോയെന്നൊന്നും വിളിച്ചിട്ടൊന്നും വിളിയൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പണ്ടൊക്കെ കൈ ഉയർത്തുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകം. ഇപ്പോൾ ഒന്നും അങ്ങോട്ട് തോന്നുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട നെക്സ്റ്റ് സ്പിരിച്വാലിറ്റി. അത് നമ്മുടെ കൂട്ടുകാരനാണ്. ആരാണ്? മർക്കടൻ. ആരാണ്? കുരങ്ങൻ. ആദ്യം പഠിച്ചത് ഏത് ജീവിയാ? മാർജാരൻ, പൂച്ച. ഇതേതാ? മർക്കടന്റെ സ്പിരിച്വാലിറ്റി. മങ്കി സ്പിരിച്വാലിറ്റി ഉണ്ട്. മങ്കി സ്പിരിച്വാലിറ്റി ആരുടെയാ? മങ്കി. വചനം പറഞ്ഞില്ലെങ്കിലും മങ്കി എന്നൊക്കെ പറയാൻ പലർക്കും താല്പര്യമുണ്ട്. നല്ല കാര്യം. മങ്കി സ്പിരിച്വാലിറ്റി പ്രത്യേകത എന്താ? തള്ളക്കുരങ്ങൻ കൊച്ചു കുരങ്ങനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു? കണ്ടിട്ടുണ്ടോ? തള്ളക്കുരങ്ങൻ കൊച്ചു കുരങ്ങൻ എങ്ങനെയാ? കണ്ടിട്ടില്ലേ? കൊച്ചു കുരങ്ങനുണ്ടല്ലോ, തള്ളക്കുരങ്ങനെ അള്ളിപ്പിടിക്കും. ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിന്റെ ശാഖയിലേക്ക് ഈ തള്ളക്കുരങ്ങൻ ചാടുമ്പോൾ കൊച്ചു കുരങ്ങന്റെ പണി എന്താ? തള്ളക്കുരങ്ങനെ അള്ളിപ്പിടിക്കും. പിടിവിട്ടാൽ താഴെ വീഴും. ആർക്കാ റിസ്ക്? കൊച്ചു കുരങ്ങനെ റിസ്ക്. നേരത്തെ എന്തായിരുന്നു പ്രത്യേകത? അതെല്ലാം കൊണ്ടു നടന്നോളും. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ അള്ളിപ്പിടിച്ചോണം. പിടിവിട്ടാൽ നമ്മൾ താഴെ വീഴും. അള്ളിപ്പിടിച്ചോണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് അള്ളിപ്പിടിച്ചോണം. പിടിവെട്ട താഴെ വീഴും. പിടിവെട്ട താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിവിടെ ഇരിക്കുന്ന പലരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്പിരിച്വാലിറ്റിയാണ്. അതായത് നമുക്ക് തോന്നും ദൈവമേ ഇനി എന്ത് ചെയ്യും, പക്ഷേ അള്ളിപ്പിടിച്ചോണം. തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചോണം. പിടിവിടരുത്. പിടിവിട്ടാൽ ആർക്കാ നഷ്ടം? നമുക്കാ നഷ്ടം. താഴെ വീഴും. തള്ളക്കുരങ്ങൻ കൊച്ചു കുരങ്ങനെ കൊണ്ടു നടക്കുന്നത് തള്ളക്കുരങ്ങൻ കൊടുത്തോണ്ടല്ല ഇരിക്കുന്നത്, മറിച്ച് ഈ കൊച്ചു കുരങ്ങൻ അമ്മക്കുരങ്ങനെ ഇങ്ങനെ വാട്ടം പിടിച്ചിരിക്കും. എവിടെ പോയാലും വട്ടം പിടിച്ചിരിക്കും. കാരണം പിടിവിട്ടാൽ ഇത് വീഴുവെന്ന് ഈ കുഞ്ഞു കുരങ്ങൻ അറിയാവുന്നത് കൊണ്ട് തള്ളക്കുരങ്ങനെ വാട്ടം പിടിക്കും. ഇതൊരു സ്പിരിച്വാലിറ്റിയാണ്. മങ്കി സ്പിരിച്വാലിറ്റി, മർക്കട സ്പിരിച്വാലിറ്റി. വചനത്തിലുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം ഒന്ന് തുറന്നു വായിച്ചേ. ഫിലിപ്പി 2:12. സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ്. വായിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല
ഞാൻ അകന്നിരിക്കുന്ന ആ. ഈ സമയത്തും ആ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. കണ്ടോ, കഷ്ടപ്പെടണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കഷ്ടപ്പെടണം. വെറുതെ ഇരുന്നാ പോരാ, കഷ്ടപ്പെടണം. നീ കരഞ്ഞ് പ്രാർത്ഥിച്ചോണം. നേരത്തെ നീ വെറുതെ ഇരുന്നപ്പോൾ നിനക്ക് പല ദർശനങ്ങളും കിട്ടിയിട്ടുണ്ടാവും. അത് വേറൊരു സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ നീ തിരിച്ചറിയണം, അതെപ്പോഴും അല്ല. ഈ പറഞ്ഞത് നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. ഏത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ നീ പീടി വിടരുത്, വാട്ടം പിടിച്ചോണം. പൗലോസ് ലീഹ പറയാണ്, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 15:5, ജോൺ 15:5 അറിയാവുന്നൊരു വചനഭാഗമാണല്ലോ. ഒന്ന് തുറന്ന് വായിച്ചേ. ജോൺ 15:5 ഏതാ വചനഭാഗം? ഒച്ചത്തിൽ വായിച്ചേ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയാ. തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് ദൈവത്തെ അള്ളിപ്പിടിച്ചേ പറ്റൂ. നിന്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന്. നീ തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിനക്കാണ് നഷ്ടം. ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം ഭാര്യ വീട്ടിൽ കുത്തിയിരിക്കുന്നു, പള്ളി പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ആർക്കാ നഷ്ടം? തിരിച്ചറിയണം. ഓരോരോ അനുഭവങ്ങൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല. ഇനി എനിക്ക് പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, ഈശോ വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട. നിനക്കാണ് നഷ്ടം. തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചോണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകം 1 തിമോത്തിയോസ് 6:12. 1 തിമോത്തിയോസ് 6:12 തുറന്ന് വായിച്ചേ. നല്ല വചനമാണ്. 1 തിമോത്തിയോസ് 6-ാം-അധ്യായം 12-ാം തിരുവചനം വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും, നല്ല പോരാട്ടം, നന്നായിട്ട് ഓടണമെന്ന്, നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന്. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം, നന്നായിട്ട് കഷ്ടപ്പെടണം, മുട്ടുകുത്തണം, കരങ്ങൾ ഉയർത്തണം, ഈശോയെന്ന് വിളിക്കണം. നമ്മുടെ മുമ്പിൽ എല്ലാം തീർന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഇട്ടിട്ട് പോയേക്കരുത്. വാട്ടം പിടിച്ചോണം. അതാ വചനം പറയുന്നത്. എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. പൗലോസ് ലീഹ ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുന്ന മറ്റൊരു വചനമുണ്ട്, നമുക്ക് ഫെമിലിയർ ആണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം. 3-ാം അധ്യായം 14-ാം തിരുവചനം, chapter 3:14 വായിച്ചോ. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാവുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. കണ്ടോ, പൗലോസ് ലീഹ പറയാണ്, ഞാൻ ഈ ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുവാണ്. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ എല്ലാം രസകരമായിട്ട് കിട്ടും, അതല്ല. കഷ്ടപ്പെട്ടെങ്കിലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരാള് പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, രാത്രിയെ പകലാക്കി മാറ്റി കുത്തിയിരുന്ന് പഠിച്ചതിന്റെയാണ് ഫസ്റ്റ് റാങ്ക്. ഓട്ട മത്സരത്തിൽ 1-ാം സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഒരു ദിവസം രാവിലെ ഓടിയതിന്റെ അല്ല, ദിവസങ്ങൾ, നാളുകൾ ഓടിയതിന്റെ വെളിച്ചത്തിലാണ് ആ വ്യക്തിക്ക് ഇന്ന് 1-ാം സ്ഥാനം കിട്ടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ നാട് മുഴുവൻ മെസ്സിയുടെയും റൊണാൾഡോയും അല്ലെ, ഇഷ്ടം പോലെ ചിത്രങ്ങളല്ല വെച്ചിരിക്കുന്നത് അല്ലെ. ബ്രസീൽ ഫാൻസ് അസോസിയേഷൻ ഇപ്പുറത്തോട്ട് മാറുമ്പോൾ പോർച്ചുഗലിന്റെ ആണ്, ഇപ്പുറത്തോട്ട് മാറുമ്പോഴത്തേക്ക് ആരുടെയാണ്? അർജന്റീനയുടെയാണ്. എല്ലാവരുടെയും ഉണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇവരുടെ വലിയ വലിയ കട്ടൗട്ട് കാണുമ്പോൾ ഓർക്കണം, ഈ മെസ്സി 3 ഗോള് ഒറ്റടിക്ക് അടിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണോ? അല്ലെന്ന്.
നമ്മൾ ഓർക്കണം, നാളുകളായി ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടതിന്റെയാണ് നമ്മൾ സ്ക്രീനിൽ ഇന്ന് കാണുന്നത്. ഇന്നൊരു ഗെയിമിൽ അയാള് ഒറ്റ ഓട്ടത്തിന് ഒറ്റ ഗെയിമിൽ 3 ഗോൾ അടിച്ചു, ഉടനെ കൈയടിച്ചു, ആർപ്പ് വിളിച്ചു. കൊള്ളാം. നാളുകൾ കഷ്ടപ്പെട്ടതിനെയാണ് ഇന്ന് അദ്ദേഹം നേടുന്നത്. ഹല്ലേലൂയാ. കഷ്ടപ്പെട്ടെങ്കിലേ എന്തെങ്കിലും ഗുണമുള്ളൂ. കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണം. അത് ആത്മീയ മേഖലയിലും അങ്ങനെ തന്നെ, അല്ലാതെ വെറുതെ കിട്ടുമെന്ന് വിചാരിക്കരുത്. കഷ്ടപ്പെടണം, കണ്ണുനീരൊഴുക്കണം, തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കണം. കഷ്ടപ്പെട്ടെങ്കിലേ ഉത്തരമുള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറ, കഷ്ടപ്പെടണം എന്ന് പറ. കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? കഷ്ടപ്പെടണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41-ാം വചനം വായിച്ചേ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26, മത്തായി 26 അതിന്റെ 41, 26-ാം അധ്യായം 41-ാം തിരുവചനം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർവ് വേണം. ഉണർവില്ലെങ്കിൽ വീണുപോകും. ഉണർവോടെ പ്രാർത്ഥിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 ടൈപ്പ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. എന്തിനാണെന്നറിയോ? ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണെന്ന്. ഒരു പക്ഷെ നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിനക്ക് അനുഭവങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പെടുത്തലുകൾ കിട്ടും. എന്നാൽ അത് മാത്രമാണെന്ന് വിചാരിക്കരുത്. നീ കരങ്ങൾ ഉയർത്തുമ്പോൾ ഒന്നും നിനക്ക് തോന്നാതിരിക്കും. ഭയങ്കരമായ ഡ്രൈനെസ് ഒക്കെ തോന്നും. പക്ഷേ നീ പിടുത്തം വിടരുത്. ആള്ളി പിടിച്ചോണം. ഏത് ടൈപ്പാ? മർക്കട സ്പിരിച്വാലിറ്റിയാണ്. നീ ആള്ളി പിടിച്ചോണം. പിടി വെട്ടാൽ നീ താഴെ വീഴും. പിടിച്ചോണം. ആള്ളി പിടിച്ചോണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ചോണം. ദൈവീകമായിട്ടുള്ളൊരു കൃപയുടെ ഭാഗമാണ് കേട്ടോ. ഈ മർക്കട സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കണം, അബ്രാഹാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പുറപ്പെടുകയാണ്. എങ്ങോട്ടാ പോണെന്നൊരു പിടുത്തമില്ല. ഒന്നും തിരിച്ചറിവില്ലാത്തപ്പോഴും തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചു. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിടിവാശിയുള്ള പ്രാർത്ഥന. യാക്കോബ് അങ്ങനെയാണ്. മല്ലയുദ്ധം അല്ലെ, യാബോക്കിന്റെ തീരത്ത് വെച്ച് യാക്കോബ് ഒരു മല്ലയുദ്ധം നടത്തും. മല്ലയുദ്ധത്തിൽ യാക്കോബ് പിടിവിടത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. കണ്ടോ, പിടുത്തം, വാട്ടം പിടിച്ചിരിക്കും. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പിടുത്തം വിടത്തില്ല. തമ്പുരാനോട് വട്ടം പിടിച്ച് പറയണം. അല്ലാതെ ഞാൻ കുറച്ചു ദിവസം പ്രാർത്ഥിച്ചു, അച്ഛൻ പറഞ്ഞത് 9 ദിവസം പ്രാർത്ഥിക്കാനല്ല, ഞാൻ 9 ദിവസം പ്രാർത്ഥിച്ചു നിർത്തി. 10-ാം ദിവസം പ്രാർത്ഥന നിർത്തി മടക്കി വെക്കാനല്ലെന്ന്. മറിച്ച് നീ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം നിനക്കുണ്ടാവും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാനാനക്കാരിയായിട്ടുള്ള സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അല്ലെ. ആ സ്ത്രീ കരഞ്ഞ് നിലവിളിക്കുന്നത് ആർക്ക് വേണ്ടി? മകൾക്ക് വേണ്ടി. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ക്ഷീണിച്ചു പോയവരുണ്ടെങ്കിൽ, പ്രാർത്ഥന മടുത്തു പോയവരുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ ദൈവമൊന്നും കേൾക്കാൻ പോണില്ല എന്നൊരു തെറ്റായ ചിന്തയുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷ സമയത്ത് നിന്നോട് കർത്താവ് പറയുന്നു, പിടുത്തം വിടല്ലേ, ആള്ളിപ്പിടിച്ച് പ്രാർത്ഥിച്ചോണം. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ചെങ്കടൽ കടക്കാൻ കർത്താവ് നിനക്ക് കൃപ നൽകും. വെള്ളത്തിൽ മുങ്ങിപ്പോണ നിന്റെ കൈക്ക് കർത്താവ് കയറി പിടിക്കും. നല്ല ഇടയനാണ് കർത്താവ്. എന്നാൽ ഓർക്കണം, ആ സംഭവങ്ങളിൽ മാത്രം നീ നിൽക്കരുത്. നിന്റെ മുമ്പോട്ട് പോകുമ്പോൾ കടല് വഴിമാറാത്തതുപോലെ നിനക്ക് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാകും. വെള്ളത്തിൽ മുങ്ങിത്താണ് പോണ പോലെ നിനക്ക് തോന്നും. നിന്റെ ജീവിതത്തിൽ ആരും കൂടെ ഇല്ലാന്ന് നിനക്ക് തോന്നും. എന്നാൽ നീ പിടുത്തം വിടരുത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ എന്താണ്? ആ അവസ്ഥയിൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മേൽ കർത്താവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അവിടുന്ന് എന്നോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അവിടുന്ന് എന്നോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അവിടുന്ന് എന്നോട് ചേർന്ന് നിൽക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ,
തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചോണം. എല്ലാം തീർന്നുവെന്ന് നിനക്ക് തോന്നും. നിന്റെ ബുദ്ധിയിലുള്ളതെല്ലാം തീർന്നു, നാട്ടുകാരിൽ നിന്നുള്ള തീർന്നു, നിന്റെ ജീവിതത്തിൽ സകലതും തീർന്നുവെന്ന് തോന്നുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അള്ളിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയേ, ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ, മരവിപ്പ് മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, വലിയ അഭിഷേകം അഴിയപ്പെടട്ടെ, ദൈവ മക്കളിലേക്ക് ചൊരിയപ്പെടട്ടെ, നിരാശ മാറട്ടെ, ദുഃഖം മാറട്ടെ, മടി മാറട്ടെ, അലസത മാറട്ടെ, നിരാശ മാറട്ടെ, ഓർത്തോർത്തുള്ള ദുഃഖം മാറട്ടെ, ആത്മഹത്യ ചിന്ത മാറട്ടെ, അപകർഷതാ ബോധം മാറട്ടെ, കുറ്റബോധം മാറട്ടെ. യേശു നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു നാമത്തിൽ വിശ്വസിക്കുന്നു. ഇത് സംഭവിക്കട്ടെ കർത്താവേ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, 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 ആമേൻ. മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.